1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. നമ്മൾ പാകിസ്ഥാനെ അമ്പയെ പരാജയപ്പെടുത്തി പാകിസ്ഥാനെ വെട്ടിമുറിച്ച് രണ്ടാക്കിയ മഹത്തായ വിജയം നേടിയ നമ്മുടെ സേനയുടെ വീര കഥകൾ നിറഞ്ഞതാണ്. ആ കഥകളാണ് കഴിഞ്ഞ 2 ദിവസമായി 1971 യുദ്ധത്തിൻ്റെ കഥ എന്ന പേരിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3-ാം ദിവസമാണ്. ഇന്ന് രാമേന്ദ്ര സാർ കഥയമമയിൽ എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? ബംഗ്ലാദേശ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കറുത്ത അധ്യായമായി അതേപ്പറ്റി ഒക്കെ വായിക്കുമ്പോൾ തോന്നുന്നത് ഈ ധാക്ക സർവകലാശാലയിൽ ആ സമയത്ത് നടന്നൊരു കൂട്ടക്കൊലയാണ്. ലോകത്തില് ഒരു സർവകലാശാലയിലും യുദ്ധത്തിലോ അല്ലാതെയോ ഇങ്ങനൊരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. സർവകലാശാലയ്ക്കുള്ളിൽ പ്രൊഫസർമാരും കുട്ടികളും ഒക്കെ ആയിട്ട് 700 പേരെ പാകിസ്ഥാൻ പട്ടാളം കൊന്നു. സ്വന്തം രാജ്യത്തെ സ്വന്തം ജനങ്ങളെ ആണ്. ഈ അക്കാഡമിക്സും ഒക്കെ ആണല്ലോ, അതിലും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അക്കാഡമിക്സ് ഈ കുട്ടികളെല്ലാവരും അവാമി ലീഗിന്റെ കൂടെയും മുജിബുർ റഹ്മാന്റെയും കൂടെ ആണല്ലോ. എന്തൊരു വിരോധാഭാസമാണ്. ആ ഢാക്ക യൂണിവേഴ്സിറ്റിയിലാണ് പാകിസ്ഥാൻ്റെ കൊടി നെഞ്ചേറ്റി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മുജീബുർ റഹ്മാനെ അപമാനിക്കുകയും അതിന് സഹായിച്ച ഇന്ത്യയെ അപമാനിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ദേശീയ പതാകയും അവാമി ലീഗിൻ്റെ പതാകയും കത്തിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്. സെമിനാറുകളൊക്കെ നടത്തുന്നു. അതേ യൂണിവേഴ്സിറ്റിയുടെ അതേ മുറികളിലാണ് ഈ കൂട്ടക്കൊല നടന്നത്. അതായത് പല ആളുകളുടെ പേരിൽ അവിടെ ഹോളുകൾ ഉണ്ടല്ലോ, ഇക്ബാൽ ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പെൺകുട്ടികളുടെ ഹോളിനാണെങ്കിൽ വേറെ, അവരുടെ ഡോർമിറ്ററിക്ക് പേരുകളൊക്കെ ഉണ്ട്. അവിടെ പോയി പെൺകുട്ടികളൊക്കെ കൊന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അവിടുത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 313 സീറ്റിൽ 167 സീറ്റ് മുജിബുർ റഹ്മാന് കിട്ടി, അവാമി ലീഗിന്. പക്ഷേ മുജിബുർ റഹ്മാനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് യാഹ്യ ഖാന് സൗകര്യമില്ല. അങ്ങനെ വന്നപ്പോൾ മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് ജയിച്ച ശേഷം ധാക്കയിൽ പട്ടാളം ഇറങ്ങി. ധാക്കയിൽ പട്ടാളം ഇറങ്ങിയിട്ട് 1971 മാർച്ച് 25 അതിൻ്റെ കിരാതവാഴ്ച തുടങ്ങി. ചിറ്റഗോങ്ങിൽ ആയുധവുമായിട്ട് ഒരു ചരക്ക് കപ്പൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ നാട്ടുകാർ അത് തടഞ്ഞു. ഈ ആയുധമൊന്നും ഞങ്ങളുടെ മുകളിൽ പ്രയോഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 500 പേരടങ്ങിയ ഒരു സേന, പട്ടാളക്കാരുടെ സംഘം വെടിവെച്ചു ആൾക്കൂട്ടത്തിന് നേരെ. 15 പേര് അതിൽ കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് ധാക്കയിൽ ഈ യുദ്ധത്തിന് മുമ്പ്, യുദ്ധം നടക്കുന്നത് ഡിസംബറിൽ, ഇത് മാർച്ചിൽ തുടങ്ങുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മാർച്ച് 27-ാം തീയതി ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗമൊക്കെ പറഞ്ഞിരുന്നു. ഇത് അതിൻ്റെ തലേന്നാണ് മാർച്ച് 25 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുജിബുർ റഹ്മാനും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ട് യാഹ്യ ഖാൻ വന്നിരുന്നു. 87 സീറ്റ് മാത്രം കിട്ടിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സുൽഫിക്കർ അലി ഭൂട്ടോയും ഒക്കെ വന്നിരുന്നു. ഇത് മുഴുവൻ കാപട്യമാണ്. കാരണം ധാക്കയിൽ യാഹ്യ ഖാൻ വന്നിരിക്കുമ്പോഴാണ് ഈ കിരാതവാഴ്ച അവിടെ നടക്കുന്നത്. എന്നിട്ടും മുജീബുമായിട്ട് ചർച്ച നടത്താതെ യാഹ്യ ഖാൻ മടങ്ങിപ്പോയി ഇസ്ലാമാബാദിലേക്ക്. ധാക്കയിൽ വെറുതെ വന്നത് അയാൾ ചിലപ്പോൾ ഈ പട്ടാളത്തിന് ഈ ഉത്തരവ് കൊടുക്കാനുമായിരിക്കും, എല്ലാത്തിനെയും ശരിപ്പെടുത്ത് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. അവിടെ ധാക്കയിൽ ഇസ്ലാമാബാദിൽ മറ്റേ അമേരിക്കയ്ക്ക് സ്ഥാനപതിയുണ്ട്. ധാക്കയിൽ കോൺസൽ ജനറൽ ഉണ്ട്, ആർച്ചർ ബ്ലഡ്. ഈ ആർച്ചർ ബ്ലഡ് അമേരിക്കയിലേക്ക് അയച്ച രേഖകളാണ് ഈ ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ കൂടുതലും നമ്മൾ കാണുന്നത്. ഇയാൾ ശരിക്കും സത്യത്തിൻ്റെ കൂടെയും ഇന്ത്യയുടെ കൂടെയുമാണെന്ന് നിന്നത്. അന്ന് ഡൽഹിയിൽ അമേരിക്കയുടെ സ്ഥാനപതിയുണ്ട് കെന്നത്ത് കീറ്റിംഗ്. അദ്ദേഹവും അവിടെ നടക്കുന്നത് വൃത്തികേടാണെന്ന് അമേരിക്കയ്ക്ക് നിരന്തരം സന്ദേശം അയച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ പ്രസിഡന്റ് നിക്സനും അയാളുടെ NSA കിസിഞ്ചറും ഈ വൃത്തികേടിൻ്റെ കൂടെ അങ്ങ് സഞ്ചരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ US കോൺസൽ ജനറൽ ആർച്ചർ ബ്ലഡിൻ്റെ അവിടെ ഒരു വിരുന്ന് നടക്കുന്നുണ്ടായിരുന്നു. വിരുന്നിനും മഹാന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ പുറത്ത് ഈ പട്ടാളത്തിൻ്റെ തേർവാഴ്ച നടക്കുന്നത്. അതുകൊണ്ട് ഈ വിരുന്നിന് വന്നവർ പുറത്തേക്ക് പോകാതെ ഈ ആർച്ചർ ബ്ലഡിൻ്റെ വീട്ടിൽ തന്നെ തങ്ങി. അന്ന് ആകാശത്ത് സ്ഫോടനങ്ങൾ, പ്രകാശം ഒക്കെ കണ്ടു.
ട്രക്ക് നിറച്ച് പട്ടാളം റോഡിൽ കൂടെ പോകുന്നത് കണ്ടു. അമേരിക്കയുടെ തന്നെ M24 ടാങ്കുകൾ തെരുവിൽ കൂടി പായുന്നത് കണ്ടു. ധാക്ക യൂണിവേഴ്സിറ്റിക്കകത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്ത് നടക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു പട്ടാളം. അവർ ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ടാണ് തെരുവിൽ നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് വെടിവെച്ചു. മാർച്ച് 26 ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ സേന കയറി, പട്ടാളം കയറി. എന്നിട്ട് ബംഗ്ലാദേശിന്റെ കൊടി മുമ്പിൽ ഉയർത്തിയിരുന്നതൊക്കെ കത്തിച്ചു. ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖകൻ സിഡ്നി ഷാൻബർഗ് വഴിയിൽ കത്തിയ വീടുകളൊക്കെ കണ്ടു. കടകള് വീടുകളും ഒക്കെ കത്തിച്ചിരിക്കുന്നു പട്ടാളം, അത് കണ്ടു. യാഹ്യ ഖാൻ മുജിബുർ റഹ്മാനെ ഊറ്റുകാരൻ എന്ന് വിളിച്ച് പ്രസംഗിച്ചു. ഭൂട്ടോ കറാച്ചിയിലേക്ക് മടങ്ങി. എന്നിട്ട് ഭൂട്ടോ പറഞ്ഞു ഈ പട്ടാളം ഇറങ്ങിയതിനെ പറ്റി, പടച്ചോൻ പാകിസ്ഥാനെ കാത്തു എന്ന് ഭൂട്ടോ പറഞ്ഞു. ഈ പട്ടാളം ഈ തേർവാഴ്ചക്കാർക്ക്, കാരണം ഭൂട്ടോ അല്ലല്ലോ പ്രധാനമന്ത്രി ആകുന്ന, അയാൾക്ക് മുജീബ് ഔട്ടാവുന്നതാണ് അയാൾക്ക് താല്പര്യം. മുജീബിന്റെ വീടിന്റെ മുമ്പിൽ പട്ടാളം പാകിസ്ഥാന്റെ കൊടി ഉയർത്തി. ആ മുജീബിന്റെ വീടിന്റെ കഥയൊക്കെ അടുത്ത കാലത്ത് വരാറുണ്ടല്ലോ, അതും ആക്രമിച്ചു, ഈ യൂനിസിന്റെ കാലത്ത് ആക്രമിച്ചു എന്ന്. എന്നിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി പട്ടാളം ആക്രമിക്കുന്നത്. അവാമി ലീഗിനെ തുണച്ചവരാണ് എന്നുള്ളത് കൊണ്ട് ഇക്ബാൽ ഹാളിൽ മോർട്ടാർ ആക്രമണം നടത്തി. ഇത് യൂണിവേഴ്സിറ്റിയുടെ അകത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ആർച്ചർ ബ്ലഡ് ഒരു സന്ദേശം അമേരിക്കയ്ക്ക് അയച്ചു. സെലക്റ്റീവ് ജനസൈഡ് എന്നതിൽ പറഞ്ഞു, തെരഞ്ഞു പിടിച്ചിട്ടുള്ള വംശഹത്യ. ഈ പഹൽഗാമിൽ ഇപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചിട്ട്, അപ്പം അദ്ദേഹം കേബിളാണല്ലോ അയക്കുന്നത്, അന്ന് മൊബൈലൊന്നുമില്ലല്ലോ. സെലക്റ്റീവ് ജനസൈഡ് എന്ന് പറഞ്ഞിട്ട് കേബിൾ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഹിയർ ഇൻ ധാക്ക വി ആർ മ്യൂട്ട് ആൻഡ് ഹൊറിഫൈഡ് വിറ്റ്നസ്സസ് ഫോർ എ റെയിൻ ഓഫ് ടെറർ ബൈ ദ പാക് മിലിറ്ററി എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഭയചകിതരായ സാക്ഷികൾ മാത്രമാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ക്രൂരതയ്ക്ക് എന്ന് പറഞ്ഞു. ഡൽഹിയിലെ സ്ഥാനപതി കെന്നത്ത് കീറ്റിംഗ് അതിനോട് യോജിക്കുകയും ചെയ്തു. കിഴക്കൻ കമാൻഡർ, ഈ കിഴക്കുള്ള പട്ടാളത്തിൻ്റെ കമാൻഡർ ടിക്ക ഖാൻ ഓപ്പറേഷൻ സർച്ച് ലൈറ്റ് എന്ന് പേരിട്ടു ഈ ആക്രമണങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള. ചരിത്രത്തിൽ ലോകത്തെവിടെയുമുള്ള സർവകലാശാലകളിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല അവിടെ അന്നേരങ്ങേറി. പട്ടാള മേധാവി ഗുൽ ഹസൻ ഖാൻ ഭൂട്ടോയുടെ കൂടെയായിരുന്നു. 81 സീറ്റ് മാത്രം കിട്ടിയ ഭൂട്ടോ പ്രധാനമന്ത്രി ആകണമെന്ന് അന്നത്തെ പട്ടാള മേധാവി ഹസൻ ഖാൻ ആഗ്രഹിച്ചു. കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗാളികളുടെ വംശഹത്യ നടന്നു. ബീഹാറികൾ പാകിസ്ഥാൻ്റെ കൂടെ നിന്നു. കുറേ ബീഹാറികൾ ഉണ്ടായിരുന്നു, അവർ പാകിസ്ഥാൻ്റെ കൂടെ നിന്നു. എന്നിട്ട് ഈ ബീഹാറികളും ബംഗാളികളും തമ്മിൽ ഒരു ആഭ്യന്തര സംഘർഷവും അതിൻ്റെ കൂടെ നടന്നു. 1971 മാർച്ചിൽ 300 ബീഹാറികൾ കൊല്ലപ്പെട്ടു അവിടെ ചിറ്റഗോങ് പ്രദേശത്തുമൊക്കെ. മാർച്ച് 25 ധാക്ക യൂണിവേഴ്സിറ്റിയിൽ കയറി അവർ 18th പഞ്ചാബ് റെജിമെൻറ്റ്, 22nd ഫ്രോണ്ടിയർ ഫോഴ്സ്, 32nd പഞ്ചാബ് റെജിമെൻറ്റ്, 3 റെജിമെൻറ്റുകൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് കയറി. എന്നിട്ട് ഓട്ടോമാറ്റിക് മിസൈൽസ്, റോക്കറ്റ് ലോഞ്ചേഴ്സ്, മോർട്ടാറുകൾ, മെഷീൻ ഗൺസ്, ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പ്രയോഗിച്ചു. വെറുതെ വെടിവെക്കുക മാത്രമല്ല, യുദ്ധമുഖത്ത് എന്തൊക്കെയാണോ പ്രയോഗിക്കുന്നത്, മിസൈലുകളും മോർട്ടാറുകളും റോക്കറ്റുകളും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പ്രയോഗിച്ചു. കിഴക്ക് നിന്ന്, തെക്ക് നിന്ന്, വടക്ക് നിന്ന് യൂണിവേഴ്സിറ്റി വളഞ്ഞു. ശരിക്കും യൂണിവേഴ്സിറ്റി ഒരു ശത്രുവിൻ്റെ സൈനിക സങ്കേതം പോലെയൊക്കെ എടുത്തിട്ട് 4 പാടിൽ നിന്നും വളയുകയാണ്. എന്ന് പറയുമ്പോൾ ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വളർന്നത്. ആദ്യം 10 പ്രൊഫസർമാരെയാണ് ലക്ഷ്യം വെച്ചത്. ഫജീലുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ 2 ബന്ധുക്കൾ. ഫജീലുർ റഹ്മാനാണ് സ്പെല്ലിങ്, ഫസീലുർ എന്നല്ല. അദ്ദേഹത്തിനെയും 2 ബന്ധുക്കളെയും കൊന്നു. ഭാര്യ രക്ഷപ്പെട്ടു. ഭാര്യ പുറത്തായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
നോവലൊക്കെ എഴുതുന്ന അൻവർ പാഷ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ വീടും റഷീദുർ ഹസൻ്റെയും വീടുകൾ ആക്രമിച്ചു. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അബ്ദുൾ മുഖാദിറിനെ കൊന്നു. ഇക്ബാൽ ഹാളിൽ ഗണിതശാസ്ത്ര വകുപ്പിലെ AR ഖാൻ, ഖാദിം, ഷറഫത്ത് അലി രണ്ടുപേരെയും കൊന്നു. അങ്ങനെ മുസ്ലിങ്ങളെ ഒക്കെ കൊന്നു. ഈ മുജീബിന്റെ കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷ എന്ന് പറയേണ്ടതില്ല, ഹിന്ദു വിദ്യാർത്ഥികളുടെ ജഗന്നാഥ് ഹാൾ ഡോർമിറ്ററി ആക്രമിച്ചു. ഫിലോസഫി പ്രൊഫസർ ഗോവിന്ദ് പത്രദേവ്, അദ്ദേഹത്തിന് ഒരു മുസ്ലിം വളർത്തുമകൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഒരു സുന്ദരമായ കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഹിന്ദു, അദ്ദേഹത്തിന് ഒരു മുസ്ലിം വളർത്തുമകൾ, അവരുടെ ഭർത്താവ്, അവരെ 3 പേരെയും കൊന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ANM മനീറുജ്ജമാൻ അയാളെ കൊന്നു. മകനെയും 2 ബന്ധുക്കളെയും കൊന്നു. പ്രൊഫസർ ജ്യോതിമയി ഗുഹ താക്രുത്തയെ കൊന്നു. എന്നിട്ട് ഈ താക്രുത്തയുടെ ജഡം മോർച്ചറിയിൽ നിന്ന് എടുത്തിട്ട് ആ മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ അടുത്തൊരു മരത്തിൻ്റെ ചോട്ടിൽ സംസ്കരിച്ചു. ഈ മറ്റ് സഹപ്രവർത്തകർ തന്നെ അങ്ങനെ ചെയ്തത്. കാരണം യൂണിവേഴ്സിറ്റിയിലോ വീടുകളിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം പട്ടാളത്തിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ സംസ്കരിച്ചു. അപ്ലൈഡ് ഫിസിക്സിലെ അനുദീപായൽ ഭട്ടാചാർജിയെ കൊന്നു. അൻവർ പാഷ എന്ന് പറഞ്ഞ നോവലിസ്റ്റ് ഈ ചെറിയ പീരീഡിൻ്റെ അകത്ത് റൈഫിൾ ബ്രെഡ് വിമൻ എന്ന് പറഞ്ഞ നോവൽ എഴുതി ഈ കൊലപാതകങ്ങളൊക്കെ ആ നോവലിൽ വരികയും ചെയ്തു. ഇതൊക്കെ പരിഭാഷപ്പെടുത്തിയൊക്കെയാണ് നാട്ടിലൊക്കെ നമ്മൾ വരേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങി എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളും പ്രൊഫസർമാരെയും കൊല്ലാനുള്ള കാരണം. ഇത് ജാഹറുൽ ഹക്ക് ഹാളിൽ നിന്നാണ് ഈ ആക്രമണം തുടങ്ങിയത്. അതായിരുന്നു ആദ്യത്തെ ടാർഗറ്റ്. അവിടെ 200 വിദ്യാർത്ഥികളെ കൊന്നു. അത് കഴിഞ്ഞ് ഈ ബ്ലഡ് എഴുതിയ പുസ്തകം, ഈ കോൺസൽ ജനറൽ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ദ ക്രൂവൽ ബർത്ത് ഓഫ് ബംഗ്ലാദേശ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നു, റുക്കിയ ഹാൾ, പെൺകുട്ടികളുടെ ഹാൾ, അവിടെ തീ പടരുന്നത് ഞാൻ കണ്ടു. പെൺകുട്ടികളുടെ ഡോർമിറ്ററി ആയിരുന്നു ഈ ഹാൾ. അവിടെ കുട്ടികൾ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കുട്ടികളെ വെടിവെച്ചു. 300 കുട്ടികളെ കൊന്നു, പെൺകുട്ടികളെ. അവിടെ മാത്രം. മറ്റേ സ്ഥലത്ത് 200 എന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്രൊഫസർമാർ വേറെ. കിസിഞ്ചർ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കേബിളൊക്കെ കിട്ടിയപ്പോൾ അവിടെ ചോദിച്ചു എന്ന്, ഈ വിവരം കൊടുത്ത CIA ഓഫീസറോട് കിസിഞ്ചർ ചോദിച്ചു, പ്രൊഫസർ റസാക്കിനെ കൊന്നോ എന്ന് ചോദിച്ചു. എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു, ഹി വാസ് മൈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ CIA ഉദ്യോഗസ്ഥൻ പറഞ്ഞു, കൊന്നതായിട്ട് തോന്നുന്നു, ഒരുപാട് പ്രൊഫസർമാരെ കൊന്നിട്ടുണ്ട്. അതാണ് പാകിസ്ഥാൻ പട്ടാളം സ്വന്തം രാജ്യത്തെ ജനങ്ങളോട്, അതും മുസ്ലിമുകളോട് ചെയ്തിട്ടുള്ള കഥയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരുടെ ക്രൂരത എന്തായിരിക്കും? ഏതായാലും നമുക്ക് കഥയമവയിൽ യുദ്ധത്തിൻ്റെ വേറെ കഥകൾ പറയാനുണ്ട്. ഇന്ന് ഇത്തിരി സങ്കടം ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളെ കൂട്ടക്കൊല ചെയ്ത ഒരു കഥയാണ് നമ്മൾ പറഞ്ഞത്. യുദ്ധത്തിലെ ഒരു വലിയ ദുരന്ത എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അക്കാദമിക്കുകളും വിദ്യാർത്ഥികളും ഒക്കെ എന്ത് പിഴച്ചു, എന്ത് തെറ്റ്. ഏതായാലും നമുക്ക് അടുത്ത ദിവസം മറ്റ് കഥകൾ പറയാം. ഈ യുദ്ധം 71 യുദ്ധത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.